ഇത് അറേബ്യയിൽ മുഹമ്മദ് നബി ജീവിക്കുന്ന കാലത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ ഇറങ്ങിയിട്ടുള്ള വെളിപാടാണ്, യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയ വെളിപാട്. പക്ഷെ ഇത് പറയുന്നത് ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ആ മനുഷ്യർ പരസ്പരം വാളെടുത്ത് വെട്ടുമ്പോൾ ഈ ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ സർവശക്തനായ ദൈവം കക്ഷി ചേരുകയാണ്. കക്ഷി ചേർന്നിട്ട് പറയുകയാണ്, ഞാൻ ഭയം ഇട്ടുകൊടുത്തുകൊണ്ട് പരിപാടിക്ക് ഒരുക്കിത്തരാം, നിങ്ങൾ കഴുത്തിന് വെട്ടിക്കും. മാത്രമല്ല അള്ളാഹു നേരിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. കേൾക്കുക അടുത്ത വാക്യം, എന്നാൽ അവരെ കൊലപ്പെടുത്തിയത് നിങ്ങളല്ല, അള്ളാഹുവാണ് കൊലപ്പെടുത്തിയത്. താങ്കൾ അവരെ എറിഞ്ഞപ്പോൾ ഏറ് കൊള്ളിച്ചത് താങ്കളല്ല, അള്ളാഹുവാണ് ഏറ് കൊള്ളിച്ചത്. ഞാൻ ചോദിക്കുന്നു, അന്നത്തെ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങളാണ് വാളും കുന്തവും ഏറുമൊക്കെ. ഇതെല്ലാം എടുത്തുകൊണ്ട് ഈ മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആ വെട്ട് കൊള്ളിക്കാനും ആ കുന്തം കൊണ്ടുള്ള കുത്തു കൊള്ളിക്കാനും ഒക്കെ ദൈവം കൂടെ ചേർന്നു എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ മഹത്വത്തിന് യോജിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം വിട്ടുകൊടുത്തുകൊണ്ട് ഒരുക്കിത്തരാൻ നിങ്ങൾ കഴുത്തിന് വെട്ടിക്കോ എന്ന് പറയുന്നതിന് പകരം ആ പാവങ്ങളുടെ ഹൃദയങ്ങളിൽ അല്പം ഈമാൻ ഇട്ടുകൊടുത്തിട്ട് ഈ യുദ്ധവും ബഹളവും ഒഴിവാക്കി സമാധാനപരമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ ഈ ദൈവത്തിന് കഴിയുമായിരുന്നില്ല, സർവശക്തനായ ദൈവത്തിന്. അത് ചെയ്യാതെ അവരുടെ മനസ്സിലെ ദുഷ്ടബുദ്ധിയും ഭയവും ഇട്ടുകൊടുത്തിട്ട് കഴുത്ത് വെട്ടിക്കലാണ് ഒരു ദൈവത്തിന്റെ ജോലി. ഇതൊരു ദൈവത്തിന്റെ സ്റ്റാറ്റസിന് ചേർന്ന ഏർപ്പാടാണോ? ഈ പാവം മനുഷ്യരുടെ ഇടയിൽ വന്നിട്ട് വാളും കുന്തവും എടുത്തിട്ട് കഴുത്തുവെട്ടലാണോ സർവശക്തനായ ഈശ്വരന്റെ ജോലി? മനുഷ്യരോട് യുദ്ധം ചെയ്യുന്ന, സ്വന്തം സൃഷ്ടികളോട് യുദ്ധം ചെയ്യുന്ന ഒരു സ്രഷ്ടാവ് എങ്ങനെയാണ് സർവശക്തനും നീതിമാനുമാകുക? പോരാ, ആ പാവം അറബികളുടെ ഈത്തപ്പഴവും അവരുടെ കച്ചവട സാധനങ്ങളും കൊള്ളയടിക്കാനും ദൈവം കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. വായിക്കാം, നിങ്ങൾ പിടിച്ചെടുക്കുന്ന ധാരാളം കൊള്ള മുതലുകൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, അങ്ങനെ അവൻ അത് നിങ്ങൾക്ക് വേഗം കൈവരുത്തി തരുന്നതാണ്. പാവം മനുഷ്യര് കച്ചവടക്കാരെ കൊള്ളയടിക്കാൻ പോകുമ്പോൾ ഈ കൊള്ള മുതൽ ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ ഒരു ദൈവം സഹായം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ നിലവാരത്തിന് യോജിച്ചതാണോ? തന്നെ മാത്രം ഈ ആളുകളെല്ലാം ആരാധിക്കണം എന്നതാണ് ദൈവത്തിന്റെ ആവശ്യം. തന്നെ മാത്രം ആരാധിക്കുന്നവരായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും മാറണമെങ്കിൽ അങ്ങനെ മാറ്റാൻ തനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എല്ലാവരെയും നരകത്തിൽ എറിയാനാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് കാരുണ്യം കൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടത്തിയ ദൈവം പറയുന്നത്. ഇത്രയൊക്കെ യുദ്ധം ചെയ്യിച്ചിട്ടും തലവെട്ടിച്ചിട്ടുമൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യം ദൈവത്തിനുണ്ടോ ഈ ഒരു അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന്റെ മറ്റൊരു സവിശേഷ ഗുണമായി പറയപ്പെടുന്നത് ദൈവം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പോലും അറിയാൻ കഴിയുന്ന ത്രികാലജ്ഞാനിയാണ്, സർവജ്ഞാനിയാണെന്ന്. എന്നാൽ ഈ സർവജ്ഞാനിയാണ് എന്ന് പറയുന്ന ദൈവത്തിന് പല കാര്യങ്ങളും അറിയണമെങ്കിൽ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട് എന്നും ഈ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയും. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവര് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് ദൈവം. 67:2. നമുക്ക് ഒരു ഇല പഴുത്ത് വീഴുന്നത് പോലും കാലയെ കൂട്ടി നിശ്ചയിച്ച് ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഈ ആളുകൾ എന്തായിത്തീരുമെന്നറിയാൻ പരീക്ഷണങ്ങൾ നടത്തേണ്ട ആവശ്യം എന്താണ്? ഇനി ദൈവം ഇരുമ്പ് സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. നിശ്ചയമായും വ്യക്തമായ തെളിവുകളും കൊണ്ട് നമ്മുടെ റസൂലുകളെ നാം അയക്കുകയും ജനങ്ങൾക്ക് നീതി അനുസരിച്ച് നിലകൊള്ളുവാനായി അവരിലേക്ക് വേദഗ്രന്ഥവും നീതിയുടെ തുലാസും ഇറക്കുകയും ചെയ്തു. നാം ഇരുമ്പും സൃഷ്ടിച്ചിരിക്കുന്നു, അതിൽ കഠിനമായ ആയുധശക്തിയും ജനങ്ങൾക്ക് പല പ്രയോജനങ്ങളുമുണ്ട്. തന്നെയും തന്റെ ദൂതന്മാരെയും സഹായിക്കുന്നവർ ആരാണ് എന്ന് അള്ളാഹുവിന് അറിയുവാൻ വേണ്ടി. ദൈവം പ്രകൃതിയിൽ ഇരുമ്പുണ്ടാക്കിയത്, ആ ഇരുമ്പ് കൊണ്ട് വാളുണ്ടാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി കഴുത്ത് വെട്ടാൻ കൂടുന്നത് ആരൊക്കെയാണ് എന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട്. എല്ലാം മുൻകൂട്ടി അറിയുന്ന എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച ദൈവം ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരൊക്കെയാണ് തനിക്ക് വേണ്ടി ജിഹാദിനിറങ്ങുന്നത് എന്നറിയാൻ വേണ്ടി. സർവജ്ഞാനിയാണ് എന്ന അവകാശവാദത്തിന് വിരുദ്ധമാണ് ഈ പ്രസ്താവനകളെല്ലാം തന്നെ.
ദൈവത്തിന് തന്റെ പ്രവാചകന്മാരെ പോലും വിശ്വാസമില്ല എന്നാ ഖുർആനിൽ പറയുന്നത്. അവൻ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാകുന്നു, എന്നാൽ തന്റെ അദൃശ്യകാര്യങ്ങളുടെ മേൽ അവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. അവൻ തൃപ്തിപ്പെട്ട റസൂലിനല്ലാതെ. അപ്പോൾ നിശ്ചയമായും അള്ളാഹു ആ റസൂലിന്റെ മുന്നിലും പിന്നിലും പാറാവുകാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ്. അവർ തങ്ങളുടെ റബ്ബിന്റെ ദൗത്യങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് ശരിക്കും അറിയുവാൻ വേണ്ടി. അപ്പൊ ദൂതന്മാര് ഈ മെസ്സേജും കൊണ്ട് പോയിട്ട് അത് കൃത്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു കൊടുത്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ദൈവത്തിന് നേരിട്ടറിയാൻ കഴിയാത്തത് കൊണ്ട് വിജിലൻസ് സേന എന്ന നിലക്ക് വേറെ മലക്കുകളെ കൂടെ അയച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ കൃത്യമായി അഴിമതിയില്ലാതെ എത്തുന്നുണ്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും. ഇതൊക്കെ സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവത്തിന്റെ ഈ പറയപ്പെടുന്ന ക്വാളിറ്റികൾക്ക് വിരുദ്ധമാണ്. ഇനി ദൈവത്തിന് മനുഷ്യന് പറ്റുന്നത് പോലുള്ള അമളികൾ പറ്റിയതായി നിരവധി ദൃഷ്ടാന്തങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലും ഖുർആന്റെ ചരിത്രത്തിലും ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഹിജറ 6-ാം വർഷത്തില് നബിയും അനുയായികളും കൂടി ഒരിക്കൽ മക്കയിലേക്ക് ഹജ്ജ് ഉംറ നിർവഹിക്കുന്നതിനായിട്ട് പുറപ്പെടുക, ഒരു സൈന്യത്തെയും കൊണ്ട്. അങ്ങനെ മക്കയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ നിന്ന് മക്കയിലെ ഖുറൈശികളുമായിട്ട്, അന്ന് മക്ക നബിക്ക് കീഴടങ്ങിയിട്ടില്ല, ഖുറൈശികളുമായിട്ട് സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാനെ പറഞ്ഞയക്കുന്നു. ബാക്കി നബിയും സൈന്യങ്ങളും ഒരു ഇലന്ത മരത്തിന്റെ ചോട്ടിൽ വിശ്രമിക്കുകയാണ്, മക്കയിൽ നിന്ന് അല്പം അകലെ. അങ്ങനെ ഉസ്മാൻ പോയി തിരിച്ചു വരാൻ വളരെ വൈകിപ്പോയി. പ്രതീക്ഷിച്ച സമയത്ത് തിരിച്ചു വരാതിരുന്നപ്പോൾ ഉസ്മാനെ അവർ ഖുറൈശികൾ കൊന്നുകളഞ്ഞു എന്ന് ഇവർ ധരിച്ചു. അങ്ങനെ ഉസ്മാന്റെ രക്തത്തിന് പകരം വീട്ടുന്നതിന് വേണ്ടി യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെടാൻ വേണ്ടി നബിയും അനുയായികളും ആയുധങ്ങളൊക്കെ എടുത്ത് കൈ ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചൊല്ലി. ആ ഇലന്ത മരത്തിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞ ഉടനെ അള്ളാഹുവിൽ നിന്നൊരു വെളിപാടിറങ്ങി. ആ വെളിപാട് ഖുർആനിൽ 48-ാം അധ്യായത്തിൽ 18-ാം വാക്യമായിട്ട് പറയുന്നുണ്ട്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് ഉടമ്പടി ചെയ്യുമ്പോൾ ആ സത്യവിശ്വാസികളുടെ കാര്യത്തിൽ നിശ്ചയമായും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. ഇതായിരുന്നു ആ വെളിപാട്. ഇവിടെ ഹൃദയങ്ങളിലുള്ളത് എല്ലാം അറിയുന്നു എന്ന് ഈ വാക്യത്തിൽ തന്നെ അള്ളാഹു അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് വാളുമൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടെ യുദ്ധത്തിനായി പുറപ്പെട്ട് കുറച്ചങ്ങോട്ട് ചെന്നപ്പോണ്ട് ഉസ്മാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. സൗഹൃദപൂർവമായ ഒരു സന്ധി സംഭാഷണമൊക്കെ നടത്തി ഉസ്മാൻ തിരിച്ചു വരുന്ന അല്പം നേരം വൈകിയെന്നേ ഉള്ളൂ. അള്ളാഹു ആണെങ്കിലോ ഉസ്മാന്റെ രക്തത്തിന് പകരം വീട്ടാനുള്ള പ്രതിജ്ഞയ്ക്ക് ഇവിടെ തൃപ്തിപത്രം ഒപ്പിട്ട് നൽകുകയും ചെയ്തു. അത് ഇന്നും ഖുർആനിൽ നിലനിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത് പോട്ടെ, പ്രപഞ്ചത്തിൽ മുഴുവനുള്ളത് അറിയുന്നത് പോട്ടെ, ഏതാനും വെളിപ്പാടുകൾ അകലെ ഈ ഉസ്മാൻ ജീവനോടെ തിരിച്ചു വരുന്നു, നിങ്ങൾ സമാധാനമായിരിക്കൂ എന്ന് പറയാഞ്ഞുകൊണ്ട് ഒരു വെളിപാട് ഇറങ്ങുന്നതിന് പകരം നിങ്ങളുടെ പ്രതിജ്ഞയിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, പുറപ്പെട്ടോളം യുദ്ധത്തിന് എന്നാണോ സർവജ്ഞാനിയായ ഒരു ദൈവം പറയേണ്ടത്? ഇത് ദൈവത്തിന് പറ്റിയ അമളിയാണ്. ഇതുപോലെ നിരവധി അമളികൾ പറ്റിയതായിട്ട് വേറെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ബനു ആമിർ എന്ന് പറയുന്ന ഒരു ജൂതഗോത്രം, ആ ജൂതഗോത്രത്തെ മുമ്പ് നബിയും മുസ്ലിം അനുയായികളും ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തങ്ങളുടെ ആക്രമണത്തിന് ഇരയായ ഒരു ഗോത്രത്തിൽ നിന്ന് ഏതാനും 2-3 പേര് വന്നിട്ട് നബിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ ഗോത്രം ഒന്നാകെ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു, അവർക്ക് ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഹാഫിളുകളായ 70 പണ്ഡിതന്മാരെ അയച്ചു തരണം എന്നാവശ്യപ്പെടുന്നു. അങ്ങനെ നബി ആ നാട്ടിലുള്ള ഹാഫിളുകളെ മുഴുവൻ വിളിച്ചു വരിച്ച് 70 പേരെ ഈ ജൂതന്മാരുടെ കൂടെ പറഞ്ഞയക്കുന്നു. അവർ പോയി ബീർ മൗന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് ഈ 70-ൽ ഒരു മുടന്തുള്ള ഒരാളുണ്ടായിരുന്നു, അയാൾ ഒഴികെ ബാക്കി 69 പേരെയും കൊന്നുകളഞ്ഞു. ഈ മുടന്തുള്ള ആള് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ട് തിരിച്ച് നബിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ ചതി അദ്ദേഹം അറിയുന്നത്. അങ്ങനെ അദ്ദേഹം ദുഃഖിതനായി 3 മാസത്തോളം ശാപപ്രാർത്ഥനയിൽ മുഴുകി ഭക്ഷണം പോലും കഴിക്കാതെ കണ്ണീരൊഴുക്കി കഴിയുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ മരിച്ചുപോയ 69 ആളും കൂടെ ഒരു വെളിപാട് ഇറക്കി കൊടുത്തു നബിക്ക്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് സുഖമായിട്ട്, അള്ളാഹ്ക്കും ഞങ്ങളെ കണ്ട് സംതൃപ്തിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തിറക്കി കൊടുക്കുക.